നമസ്തേ. അങ്ങനെ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇല്ലാതെയാക്കാൻ ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുകയാണ് ട്രംപ്. ട്രംപ് ഇത് ഒപ്പുവെച്ചു എന്ന് കേട്ട പാടെ നമ്മുടെ നെതന്യാഹു ഒപ്പിലാൻ പറഞ്ഞു ഈ പരിപാടി നടക്കൂല. അങ്ങനെ എന്നെ ശശിയാക്കിയിട്ട് മച്ചാൻ കേറി അങ്ങ് മേയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ യുദ്ധം ഇങ്ങനെ അങ്ങ് അവസാനിക്കുമെന്ന്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഈ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ വഴിയായിട്ടാണ്. ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ള യുഎസ് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളും ഇറാന്റെ ആവശ്യങ്ങളും ഒക്കെ അംഗീകരിച്ചുവെന്നും ഒക്കെ പറയുമ്പോഴും ഇറാന് പോലും സത്യത്തിൽ യുഎസിനെ സംശയമാണ്. കാരണം ഈ മൂപ്പിലാൻ അതായത് ട്രംപ് ഇപ്പൊ പറഞ്ഞത് പിന്നെ പറയില്ല, പിന്നെ പറഞ്ഞത് അത് അടുത്ത സെക്കൻഡിൽ പറയില്ല. പുള്ളിക്ക് ഒരു സൈക്കിക് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഒരു വിശകലന വിദഗ്ധർ മുഴുവൻ പറയുന്ന ഒരു കാര്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ദിവസം 23 നുണയോ 27 നുണയോ മറ്റോ പറയും ട്രംപ് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ, ഏതാണ്ട് ഒരു വിലയിരുത്തൽ. നെതന്യാഹുവിന് പോലും സത്യത്തിൽ ട്രംപിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമില്ല എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് നവംബറിൽ മിഡ് ടൈം പോൾസ് വരികയാണ്. അതില് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് പോകുമെന്നൊക്കെ പല വിലയിരുത്തലുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആകെ ചീത്തപ്പേരായി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ പോലും ട്രംപിന് അനുകൂലമായിട്ടല്ല അങ്ങ് കാര്യങ്ങൾ നീക്കുന്നത്. ഇത് ആവശ്യമില്ലാത്ത ഏടാകൂടത്തിൽ പോയി ചാടുകയാണ് എന്നുള്ളത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ട്രംപ് പറഞ്ഞു, ആ ഞങ്ങൾ യുദ്ധം നിർത്തുകയാണ്. അപ്പോ ഇറാൻ പറഞ്ഞു, ശരി മച്ചാനെ എന്നാ പിന്നെ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ ശരി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലവടന്ന് നെതന്യാഹു ആണ് പറഞ്ഞത് ട്രംപാണ്, ഞാനല്ല. അതായത് നെതന്യാഹു അല്ല എന്ന്. നെതന്യാഹു അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ ഇവിടെ വാർത്ത എത്തുമ്പോഴേക്ക് അവിടെ ഒരു 24 മണിക്കൂർക്ക് ഏതാണ്ട് ആവും. അപ്പൊ വാർത്ത എത്തി നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്തേക്ക് ലെബനിൽ പോയിട്ട് വീണ്ടും നെതന്യാഹു പൊട്ടിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇനി എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയില്ല. ചില ഇന്റർനാഷണൽ മീഡിയകളൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന വാർത്തയാണ്. എന്തായാലും നെതന്യാഹു ഈ യുദ്ധം നിർത്താൻ തൽപരനല്ല. നെതന്യാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അണുവായുധം ഇല്ലാതെയാക്കണം. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ ഇല്ലാതെയാക്കണം. ഇവന്മാരുടെ കൈ കിട്ടി ഇത്തരത്തിൽ അണുവായുധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവന്മാര് തലവേദനയാണ്. വരും കാലത്ത് ബാക്കിയുള്ളവർക്ക് അത് പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇറാനെ നമുക്ക് അത്ര വിശ്വസിക്കാനും പറ്റില്ല. ചബഹാർ പോർട്ടൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇറാനെ സംബന്ധിച്ച് എന്താണ് വിഷയം? ഇറാൻ പ്രോക്സികളെ വളർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയെ കുറിച്ച് പറയുന്നത്, നെതന്യാഹു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം മുഴുവൻ ബോംബിട്ട് തകർക്കണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ലെബനൻകാരെല്ലാം ഹിസ്ബുള്ളക്കാരല്ല എന്ന് നെതന്യാഹുവിനെതിരെ ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നെതന്യാഹു പറഞ്ഞു, ഓ ഓ തന്നെ തന്നെ എല്ലാം ശരി തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ പരിപാടി അങ്ങ് മാറ്റി വെച്ചാ മതി, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ ഇത് വലിയൊരു വിഷയമാണ്. കടൽ പോലെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. അങ്ങും ഇങ്ങും അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പലരും നടത്തുന്ന ഒരു യുദ്ധമാണ്. ഇറാനെതിരെ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ന്യായീകരിക്കാം എന്നുണ്ടെങ്കിലും യുഎസിന്റെ കൂടി ആവശ്യമായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രായേൽ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്ത് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ തട്ടിയതിനു ശേഷമാണ്, സത്യത്തിൽ തല തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നിലംപരിശാകേണ്ടതാണ്. അപ്പോഴേക്കും മൊജ്തബ വരുന്നു, മൊജ്തബയെ അവർ ഇല്ലാതെയാക്കുന്നു, ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. ഇതിപ്പം ചത്തോ ജീവനോടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഇവര് വിട്ടുകൊടുക്കുമോ? ഇവര് വിചാരിച്ചത് 100 മണിക്കൂർ കൊണ്ട് ഇത് തീർത്തെടുക്കാം. റേസ പെഹ്ലവിയെ ഷാ രാജവംശത്തിലെ റേസ പഹ്ലവിക്ക് കൊണ്ടുവന്ന് അവിടെ അവരോധിക്കാം, അതോടുകൂടി എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ ജനത അടങ്ങിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. എന്തുകൊണ്ടാണ് ഇറാൻ ജനത അവിടെ അനങ്ങാതിരുന്നത്? കാരണം റേസ പെഹ്ലവിയെ ഇറാൻ ജനത ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. റേസയ്ക്ക് തിരിച്ച് ഇറാനിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്, ആവശ്യമുണ്ട്, താല്പര്യമുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഒരു ജനത ഇങ്ങനെ ആഗ്രഹിക്കണമല്ലോ, അതിന് കാരണമുണ്ട്. ജൂതവിരോധം എന്നുള്ളത് ഇവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റേസ പെഹ്ലവിയുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മേ ബി കല്യാണം കഴിച്ചിരിക്കുന്നത് ജൂതനാണ്.
അവിടെ റേസയുമായിട്ട് ഇറാനികൾക്കുള്ള ബന്ധം തകരുകയാണ്. അങ്ങനെ ഒരാളെ ഒരിക്കലും കൊണ്ടുവരാനായിട്ട് ഇറാനെ സംബന്ധിച്ച്, ഇറാനിയൻ ജനതയെ സംബന്ധിച്ച് കഴിയില്ല. ഈ ഒരു സംസ്കാരമുണ്ട് ഇറാന്. അപ്പോ ആ ഇറാൻ സംസ്കാരം, പാരമ്പര്യമൊക്കെ പേറുന്ന ഈ ജനത ഒരിക്കലും റേസയെ അനുകൂലിക്കാൻ സാധ്യതയില്ല. ഇനി ഈ യുദ്ധം നിർത്തുന്നതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ട്രംപിനെതിരെ മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം തിരിയും. കാരണം ഹോർമോസ് സ്ട്രെയിറ്റ് ആണ് ഇതിൽ പിൻ പോയിന്റ് ആയിട്ട് നിന്നുകൊണ്ടിരുന്നത്. ഹോർമോസ് സ്ട്രെയിറ്റിലൂടെ നിങ്ങൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അതിലൂടെ നെഞ്ചും വിരിച്ച് കടന്നു വന്നിട്ടുള്ളത് ഇന്ത്യയുടെ കപ്പലാണ്. അപ്പോ ഇറാൻ ആ ഒമാൻ കടലിടുക്ക്, അതായത് ഹോർമോസ് സ്ട്രെയിറ്റിലൂടെ നമ്മുടെ കപ്പലുകളൊക്കെ വരികയാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇന്ധന വില അധികം കുതിച്ചു കയറാത്തത്. ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴായിട്ട് ഒമാനിലെ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞു, ഇതൊരു നിമിഷത്തെ ഫോൺ കോൾ മതി, മോദി ഒന്ന് ഇടപെട്ടാൽ മതി എന്നുള്ളത്. അപ്പൊ നോക്കൂ, നമ്മുടെ രാജ്യത്തിന് അവർ നൽകുന്ന വില എത്രയാണ് എന്നുള്ളത്, അല്ലെ? ബഹുമാനം എത്രയാണ്. ഇവിടെ ഇരുന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മളിവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല. കണ്ണു തുറന്ന് ചിലതൊക്കെ കാണുകയും കേൾക്കുകയും തന്നെ വേണം. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുകയും ചെയ്യുകയുള്ളൂ. സത്യത്തിൽ ട്രംപ് വിചാരിച്ചതുപോലെ ട്രംപ് ജയിച്ചിട്ടാണോ ഇത് നിർത്തുന്നത്? അല്ല. ട്രംപിന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. ഇറാൻ പിന്നോട്ട് പോയിട്ടില്ല. സത്യത്തിൽ ഈ വിജയം ഇറാന്റേതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനും കഴിയും. സത്യത്തിൽ ഈ യുദ്ധം ത്തിൽ വിജയിച്ചത് ഇറാൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിൽ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിലുള്ള അമേരിക്കയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് അത് പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലി ജനതയെ. അവർ വളരെയധികം വംശീയമായിട്ട് അവരുടെ ആ ഒരു സ്വത്വത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അപ്പൊ അങ്ങനെ ഇതൊന്നും സ്ഥാപിക്കാൻ കഴിയും. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ എപ്പോഴും ഇസ്രായേൽ അമേരിക്കയെ കൊണ്ടാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെയാണോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ജൂതന്മാരുടെ കയ്യിലാണ് അമേരിക്കയുടെ സാമ്പത്തിക രംഗം മുഴുവനും ഇരിക്കുന്നത്. ജൂതന്മാർ പലയിടങ്ങളിലും നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ടുകളൊക്കെ അങ്ങ് പിൻവലിച്ചാലും ഒക്കെയും അമേരിക്കയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക രംഗം വലിയ രീതിയിൽ തകർന്നടിയും. അങ്ങനെ സത്യത്തിൽ ഈ പറയുന്ന നറേഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ പ്ലസ് US എന്ന് പറയുമ്പോൾ മേൽക്കൈ ഉള്ളത് ഇസ്രായേലിനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ട്രംപിനെ മുൾമുനയിൽ നിർത്തുന്ന ഈ സംഭവത്തിന്റെ എല്ലാ രേഖകളും ഒക്കെ ഇരിക്കുന്നത് ഇസ്രായേലിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. അതായത് നെതന്യാഹു പറയുന്നിടത്താണ് ട്രംപ് വന്ന് നിൽക്കുന്നത്. ട്രംപിന് ഇപ്പോൾ നെതന്യാഹുവിനായിട്ട് ഉടക്കാനും പറ്റില്ല, ഇപ്പുറത്തുള്ളവരെയും വിഷമിപ്പിക്കാനും പറ്റില്ല. സത്യത്തിൽ നമ്മൾ പറയില്ല ത്രിശങ്കുവിലാണെന്ന്, അങ്ങനെ ഒരു ത്രിശങ്കുവിലാണ് ട്രംപ് ചെന്ന് കയറിയത് എന്ന് പറയാതെ വയ്യ. ട്രംപിന് ഒരു വല്ലാത്ത ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാനിപ്പൊ തന്നെ ശരിയാക്കും, അത് അനിയൻ പോയി ബോംബിട്ടു, ഞാൻ പോകുന്നു, ഫൈറ്റർ ജെറ്റ്സ് വരുന്നു, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് അങ്ങനെ അടിച്ച് തകർത്തങ്ങ് കൈ കൊടുത്തിട്ട് ഞങ്ങളുടെ പിള്ളേരിങ്ങ് ഉഷാറായിട്ട് വരുന്നേ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. ഇറാൻ പൊരുതി, ഈ ഘട്ടത്തിലും പൊരുതുകയാണ്. നമുക്ക് ആരെയും കുറച്ച് കാണാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇറാന്റെ മിസൈലുകൾ, ഇറാനുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രതിരോധിച്ചു നിന്നത്, ഇത്രയും നാൾ പ്രതിരോധിച്ചു നിന്നത് എങ്ങനെ, അല്ലേ? വലിയ നാശനഷ്ടങ്ങൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കി, ഇസ്രായേലിൽ ഉണ്ടാക്കി. ഗൾഫ് മേഖലയ്ക്ക് കൊള്ളുന്ന ഓരോ അടിയും അമേരിക്കയുടെ മുഖത്തിട്ടടിക്കുന്നത് പോലെയാണ് അമേരിക്കയ്ക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ എപ്സ്റ്റീൻ ഫയലാണ് പറഞ്ഞു നിർത്തിയ വിഷയം. എപ്സ്റ്റീൻ ഫയലിന്റെ രേഖകളെല്ലാം കയ്യിലുണ്ട്. ട്രംപ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും പുറത്തുവിടുമെന്നായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് വരെ അമേരിക്കയിൽ എപ്സ്റ്റീൻ ഫയൽ നിങ്ങൾ എന്നാണ് ട്രംപെ പുറത്തുവിടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പലയിടങ്ങളിലായിട്ട് അമേരിക്കയിൽ പ്രക്ഷോഭം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. ഈ ഊർജ ഉപഭോഗവുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസിസ് ഒക്കെ അമേരിക്കയും ബാധിക്കുന്നുണ്ട്. അപ്പോ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഈ എപ്സ്റ്റീൻ ഫയൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ
ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തലപൊക്കി വരും. പിന്നെ പത്തിക്കടി കൊണ്ട് പോലെ താഴും. ഈ സമയത്താണ് യുദ്ധത്തിലും കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എനിക്കങ്ങനെ തോന്നി. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിന്റെ ഫയൽസ് നെതന്യാഹുവിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തന്റെ കയ്യിലുണ്ട്. ഇസ്രായേൽ ജൂതന്മാരെ വെച്ച് ട്രംപിനെ മുൾമുനയിൽ നിർത്തുകയാണോ എന്ന ഒരു സംശയിച്ചാലും തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോ ഈ യുദ്ധം എന്ന് പറയുന്നത് സത്യത്തിൽ ഇറാന്റെ വിജയമായിട്ടാണ് കാണേണ്ടത്. പക്ഷേ സംഭവിക്കുന്ന ഒരു മറ്റു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വീണ്ടും ഇസ്രായേൽ പോയി തെക്കൻ ലെബനനിൽ ബോംബിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈനിക താവളങ്ങൾക്കൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇറാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ യുദ്ധം തീരുമോ? പലതവണയാണ് ട്രംപ് ഗതികെട്ട് കാല് പിടിക്കുന്നോണം പറഞ്ഞത് വാ ഇറാനെ നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളത്. ആ വിളിക്കുമ്പോൾ നെതന്യാഹു ഇവിടുന്ന് എപ്സ്റ്റീൻ ഫയലിന്റെ കാര്യം പറയും, ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. വെറുതെ അല്ല മൊസാദ്, പല കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ശേഖരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ചേട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണി കൊടുക്കേണ്ട സമയത്ത് പണി കൊടുത്താലേ ചേട്ടൻ നിലയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നെതന്യാഹു ചേട്ടൻ ട്രംപിനെ നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങളൊക്കെയാണ് ഈ നടക്കുന്നത് എന്നുള്ളതല്ലാതെ നമുക്കറിയില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്. എന്തായാലും ലോകത്തിന് ശാന്തി വേണം. ഊർജോപഭോഗം കൃത്യമായി നടക്കണം. ഊർജ സപ്ലൈ കൃത്യമായി നടക്കണം. ഇറാനേക്കാൾ സ്ട്രൈക്കിംഗ് ആയി നിന്നത് ഹോർമോസ് സ്ട്രെയിറ്റ് ആയിരുന്നു. അതിനെ തുടർന്ന് പല സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ട്രംപിന്റെ ഈ ഒരു അടവ് നയം ഫലിക്കുമോ അതോ പാളുമോ എന്നുള്ളത്. അടുത്ത ദിവസം അടുത്ത സെക്കൻഡിൽ തന്നെ നെതന്യാഹുവിന്റെ പണി വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ.